അവിടുന്ന് ബോംബെ വന്നു, ബോംബെന്ന് അതെ ഡൽഹി വന്നു, ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഡൽഹി ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആംസ്റ്റർഡാം. ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു? അല്ല, വരുമ്പോ എനിക്ക് ആരെയും അറിയില്ല, ഹോട്ടൽ ബുക്കിംഗ് ഇല്ല, ഞാൻ ആർക്കും അറിയില്ല ഫ്ലൈറ്റിൽ അവിടെ വരുന്നെന്നുള്ളത് ആരെയും അറിയിച്ചിട്ടില്ല. ശരി. പിന്നെ പക്ഷേ ഇവിടുത്തെ പ്രോസസ് $3 എക്സ്ചേഞ്ച് കൊണ്ടുവരാം. $3 പൗണ്ട്. £3 നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും. സോറി. ഇപ്പൊ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല, മുറിയില്ല, എവിടെ പോണെന്ന് അറിയില്ല, അവിടെ ഫോണില്ല, ടെലിഫോണില്ല, മൊബൈലില്ല, ഒന്നുമില്ല. ഞാൻ അവസാനത്തെ ദിവസം വരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു, ഈ PhD ഫീസും ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ തലേ ദിവസമാണ് കെട്ടിപ്പെറുക്കി പുസ്തകങ്ങൾ കൊടുക്കേണ്ട എല്ലാം കൊടുത്ത് രാത്രി ഉറങ്ങാതെയും കാലത്ത് നേരത്തെ എണീറ്റ് തമ്പാനൂര് അവിടെ ഒരു ലോഡ്ജില്ല, അവിടുന്ന് എയർപോർട്ടിൽ പോയി ഇങ്ങോട്ട് ഇവിടെ വന്ന് ഇറങ്ങിപ്പോ ഒരു ആചാനുഭാവം, ഒരു മനുഷ്യൻ ഡച്ച് അവിടെ. ഞാൻ ഗേറ്റ് പുറത്ത് വന്ന ഉടനെ അവിടെ ഇങ്ങനെ നിൽക്ക് എൻ്റെ അടുത്ത് വന്നു, ഗോവിന്ദൻ കുട്ടി ഫ്രം ഇന്ത്യ. യെസ്. അപ്പൊ പ്രൊഫസറുടെ പേര് കൈപ്പർ എന്നാ. ഐ എം കൈപ്പർ. കൈപ്പർ അത് വലിയ ഒരു പ്രൊഫസറായിരുന്നു. ഈ ചോട്ട ഒരാളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി പുള്ളി അവിടെ നിന്ന് എന്നിട്ട് പറഞ്ഞു, കം വിത്ത് മീ ആൻഡ് യു ആർ അവർ ഗസ്റ്റ്, ഐ എം ടേക്കിംഗ് യു ടു മൈ ഹോം. പുള്ളി ഇതൊക്കെ എന്തൊക്കെയോ ട്രേസ് ചെയ്തിട്ടുണ്ട്. ട്രേസ് ചെയ്തിരിക്കാൻ ഞാൻ വിസ അതിനൊക്കെ വേണ്ടി പറഞ്ഞതാ, ഇന്ന ദിവസം ഇവിടെ എത്തുന്നു അങ്ങനെ. അപ്പോൾ അതിന് ഒരു ഫോട്ടോവും കൊടുക്കണം. പുള്ളിയുടെ കയ്യിൽ ആ ഒരു ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഇന്ന ഫ്ലൈറ്റിൽ ഇവിടെ വരും എന്നുള്ള എല്ലാം എടുത്തോണ്ട്, എല്ലാ വിവരം എടുത്തോണ്ട് പുള്ളി എയർപോർട്ടിലെ അന്നത്തെ സ്കിപ്പുകളിൽ മുമ്പിൽ അവിടെ വന്നിട്ട് പുള്ളി ആരും അറിയിച്ചിട്ടുമില്ല. ഞാൻ അങ്ങ് അതിശയിച്ചു പോയിച്ചില്ല. ഇല്ലെങ്കിൽ നമുക്ക് എവിടെ പോണെന്ന് അറിയില്ല, കയ്യിൽ കാശില്ല. അപ്പൊ എന്ത് ധൈര്യത്തിൽ അവിടെ നിന്ന് കയറി പോകുന്നത്? എനിക്കൊന്നും അറിയില്ല, എന്ത് ധൈര്യത്തിൽ ഞാൻ അവിടെ വിട്ടുന്നില്ല. ഇതിനെ സത്യം പറയാം, ഇതിനെ കുറിച്ച് ആലോചിക്കാൻ ഉള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അവസാനം വരെ ഇരുന്ന് റിസർച്ചും ഇതും ചെയ്ത് ആ പുസ്തകം ഏൽപ്പിക്കേണ്ടതൊക്കെ ഏൽപ്പിച്ച് ഈ കണ്ടിജൻസി ഗ്രാൻഡ് കിട്ടിയപ്പോൾ അത് ഒരു 5000, അതിന് കുറേ പേപ്പർ വാങ്ങിക്കാം, സ്റ്റേഷനറി വാങ്ങിക്കാം. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, വലിയ പേപ്പർ ഇതൊക്കെ. നമ്മളതെല്ലാം അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അത് ഏൽപ്പിക്കണം വല്ലവരുടെയും കയ്യിൽ, നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം ഏൽപ്പിച്ച് അങ്ങ് മെല്ലെ ഇതൊക്കെ ആകുമ്പോഴേക്ക് രാത്രിയായി. പിന്നെ മുറിയിൽ പോയി ഒരു പെട്ടി ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ പെട്ടി MG റോഡിൽ പോയി നമ്മുടെ പോസ്റ്റ് ഓഫീസില്ലേ, പോസ്റ്റ് ഓഫീസ്, അതിന്റെ മുമ്പിൽ ഒരു പെട്ടി കടയുണ്ട്, ഈ പെട്ടിയെല്ലാം വെക്കുന്ന കട. അവിടെ പോയി ഒരു പെട്ടി വാങ്ങിച്ചത് ഇപ്പോഴും ഉണ്ട്, അത് മുകളിലുണ്ട്. ആ പെട്ടി അതിൻ്റെ ഉള്ളിലുണ്ട്, കറുത്ത പെട്ടി. അപ്പൊ അത് മാത്രം കുറച്ച് നമ്മുടെ തുണി, പിന്നെ കുറെ പുസ്തകങ്ങൾ. അവിടുന്ന് പറഞ്ഞ് ഈ പുസ്തകമൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതും എല്ലാം കൂടി എടുത്തോണ്ട് അങ്ങോട്ട് വന്നത്. സത്യം പറയും, ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആലോചിച്ചാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങ് പോന്നു, കയറി ആ ടിക്കറ്റില് കേരള ട്രാവൽസ് തന്നു. അപ്പോൾ അതും കൊണ്ടുവന്നു. വിടുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ അമേരിക്കയിൽ ഒരു 2 കൊല്ലം കണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളിയുടെ കയ്യിൽ ഈ കുറേ അമേരിക്കൻ കോയിൻസ് ഉണ്ട്. നമ്മുടെ കറൻസി നോട്ടൊന്നുമല്ല, വെറും കോയിൻസ് മാത്രം. ആ പുള്ളി കാണാൻ പോയപ്പോ ഇതൊക്കെ നീ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ആ കുറെ കോയിൻസ് ഉണ്ട്, അത് മുഴുവൻ ഞാൻ എൻ്റെ അടുത്ത് തന്നു.
അപ്പൊ അതും ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നമ്മുടെ ഈ എയർപോർട്ട് അന്ന് ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഓ അങ്ങനെ ഉണ്ട്. അതെ അതെ അതെ, നമ്മുടെ കയ്യിൽ ഈ കോയിൻസാ. അങ്ങനെ നമ്മളിങ്ങനെ ഇവരെയൊക്കെ നോക്കിക്കൊണ്ടുവരല്ല. ഉള്ളു വന്നു. അതും കൊണ്ടാണ് വന്നത്. കുറെ കോയിൻസ് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഈ 3 പൗണ്ടും. പിന്നെ പ്രൊഫസറെ എല്ലാം അറിയാം. പ്രൊഫസർ പറഞ്ഞു നമുക്ക് നാളെ തന്നെ അല്ല അന്ന് അതിന്റെ പിറ്റേ ദിവസം എന്നെ വിളിച്ചോണ്ട് പോയി ഈ വിന്റർ കോട്ട് ഇതെല്ലാം. അപ്പൊ ഏത് മാസത്തിലൂടെ വരുന്നത്? ഞാൻ വരുന്ന സെപ്റ്റംബർ 4-ാം തീയതി വന്ന് ഇറങ്ങിയത്. ആ പുള്ളി വിളിച്ചോണ്ട് പോയി എനിക്ക് വേണ്ട തുണി അത് ഇതെല്ലാം വിന്റർ കോട്ടും സ്വെറ്ററും ഇതെല്ലാം അങ്ങ് വാങ്ങിച്ചു. ഒന്നുമില്ല. നമ്മള് ഷർട്ടും ഇട്ടു. പിന്നെ തണുപ്പുണ്ട് സെപ്റ്റംബറില്. അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇതിലും കൂടുതൽ തണുപ്പായിരുന്നു. അന്ന് കുറെ കൂടുതലുണ്ടായിരുന്നു. പ്രൊഫസറെ വിളിച്ചോണ്ട് പോയി. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെ പോയി ലൈഡനിൽ വന്ന് അന്ന് വിന്റർ കോട്ട് വാങ്ങിച്ചു തന്നു, സ്വെറ്ററൊക്കെ വാങ്ങിച്ചു തന്നു. ഇതെല്ലാം വാങ്ങിച്ചു തന്ന് അവിടുന്ന് നേരെ മിനിസ്ട്രിക്ക് പോയി. എഡ്യൂക്കേഷൻ മിനിസ്ട്രി. പുള്ളി അവിടെ എല്ലാം പറഞ്ഞു വെച്ചിരുന്നു ഞാൻ വരും, വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ അവിടെ പോയി ഉടനെ തന്നെ എനിക്ക് ആ ഒരു സ്കോളർഷിപ്പിൻ്റെ പൈസ അപ്പം തന്നെ എടുത്തു തന്നു. പിന്നെ മെയിൻ്റനൻസിന് വേണ്ടിയും പൈസ തന്നു. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് പ്രൊഫസറുടെ വീട്ടിലേക്ക് വന്നു. പ്രൊഫസറുടെ വീട്ടിൽ വന്നു. പിന്നെയും ഒരു ദിവസം കൂടി പ്രൊഫസറുടെ കൂടെ തന്നെ ഞാൻ താമസിച്ചു. അപ്പോൾ പിറ്റേ ദിവസം പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രൊഫസർ എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്നെ കൊണ്ടുപോയി ഒരു ലാംഗ്വേജ് സ്കൂളിൽ അന്ന് തന്നെ ചേർത്തി. എനിക്കറിയില്ല അത്. ചേർത്തു. എന്നെ ചേർത്തു. ഇവിടുന്ന് ഒരു സെയിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഒരു അരമണിക്കൂർ ഡ്രൈവ്, 1 മണിക്കൂർ ഡ്രൈവ് വേണം വിട്ടത്തിന്റെ അടുത്ത്. ഇവിടെ അവിടെ എന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഗോവിന്ദൻ. പിന്നെ ഗോവിന്ദൻ യു ഷുഡ് ലേൺ ദ ലാംഗ്വേജ്. You are a linguist. So you should learn the language. പുള്ളി ചേർത്തി. അപ്പോൾ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഉണ്ട്. ഓക്കെ, now you are coming 3 months, you are going to stay there. 24 മണിക്കൂർ ലാംഗ്വേജ് ആണ്, ഡച്ച് ലാംഗ്വേജ്. അവിടെ തന്നെ താമസം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകുന്നേരം കിടക്കുന്നവരെ ഡച്ച് ഗ്രാമർ, പിന്നെ ഡച്ച് എഴുതാൻ, ഡച്ച് സംസാരിക്കാൻ. പിന്നെ നമുക്ക് വീക്കെൻഡൊക്കെ ആവുന്ന സമയത്ത് ഈ ഹാൻഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കളിമണ്ണൊക്കെ തന്ന ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പരിപാടികളുണ്ട്. അത് പിന്നെ കളിയൊക്കെ ഉണ്ട്, വോളിബോൾ അതെല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് ഇന്ത്യൻസ് ആരുമില്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാർ. അതെ ഇത് പുറത്തുനിന്ന് വന്നവർക്ക് മാത്രം ഉള്ള, അതും ഈ യൂണിവേഴ്സിറ്റിയിലുള്ള പഠിക്കാനോ ജോലി ചെയ്യാനോ ഇങ്ങനെ വന്നവർക്ക് മാത്രം ഉള്ള ഒന്നാമത്. അത് SBBS എന്ന് പറയും, സ്റ്റുഡീറൻറ്റൻ ബൗട്ടൻ ലാംസ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു. ഈ പുറത്തുനിന്ന് വരുന്ന സ്റ്റുഡൻസും ഇവിടെ വരുന്ന ജോലി ചെയ്യാൻ വരുന്നവർക്കും മാത്രം. ആ കോഴ്സ് ഒരു 3 മാസത്തെ കോഴ്സാണ്. എന്നാൽ ഉഗ്രൻ എന്നുവെച്ചാൽ അത് വേറെ ഒന്നുമല്ല, നമ്മൾ വന്ന ഉടനെ ലൈബ്രറി പഠിക്കുകയാണ്. അപ്പോൾ അത് ചെയ്തു നല്ലോണം. അപ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെ വന്ന സമയത്തെ ഇതുപോലെ 24 hours ഡച്ച് പഠിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നപ്പം തിരിച്ചോടി നാട്ടിലോട്ട് പോകണമെന്നോ വല്ലതും തോന്നിയോ? എവിടെ തിരിച്ച് നാട്ടിലോട്ട് അമ്മയുടെ അടുത്ത് ഓടി പോകണമെന്നോ? ആ വിചാരം സത്യം പറയാ എനിക്ക് വന്നിട്ടേ ഇല്ല. അത് വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്നെ വന്ന ഉടനെ നല്ലപോലെ നോക്കി. നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇത്രയും ഒരു സൗകര്യത്തോടു കൂടി ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക.
അത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരാള് ഇത് വലിയ പേര് കേട്ട ഒരു പ്രൊഫസറാണ്, വളരെ പേര് കേട്ട ഒരു പ്രൊഫസർ. അപ്പോൾ ആ സൗകര്യം എല്ലാം കിട്ടി. ഇങ്ങനെ നീ ഡച്ച് പഠിക്കണം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു 1 കൊല്ലത്തേക്കല്ലേ വന്ന്, അതിൻ്റെ ഇടയിൽ 3 മാസം ഡച്ച് പഠിക്കാൻ വന്നു. നോ, യു ആർ എ ലിംഗ്വിസ്റ്റ്, യു ഷുഡ് ലേൺ ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. അങ്ങനെ ലാംഗ്വേജ് പഠിക്കാൻ പോയി. പക്ഷേ 6 ആഴ്ച ലാംഗ്വേജ് പഠിക്കുമ്പോഴേക്ക് ഈ ചെക്കോസ്ലോവാക്യയെ റഷ്യ അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ, യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും സ്റ്റുഡൻസും ജോലി ചെയ്യുന്നവരൊക്കെ ഇവിടെ നമുക്ക് റെഫ്യൂജി ആയിട്ട് വന്നു. അവർ വന്നപ്പോൾ അവർക്ക് കുറച്ച് താമസിക്കാൻ സ്ഥലമൊക്കെ വേണം, ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 6 മാസം നിൻ്റെ ഡച്ചൊക്കെ കൊള്ളാം, നിനക്കിപ്പോൾ തന്നെ തിരിച്ച് അങ്ങ് പോവാം ലൈഡനിലേക്ക് എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6 ആഴ്ച ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരുമാതിരിയുള്ള സ്റ്റാൻഡേർഡായി, അത്ര ഉഗ്രനല്ല നല്ല. അപ്പോൾ ഈ അവിടെ താമസിക്കുമ്പോൾ എല്ലാ വീക്കെൻഡിലും ഈ പ്രൊഫസർ ലൈഡന് അങ്ങോട്ടേക്ക് വരും, പുള്ളി ഭാര്യയും അങ്ങോട്ട് വരും. അങ്ങോട്ട് വന്ന ശനിയാഴ്ച കാലത്ത് വരും, എന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. വിളിച്ചുകൊണ്ട് വന്ന് പുള്ളി വീക്കെൻഡ് പുള്ളിയുടെ കൂടെ താമസം. എന്നിട്ട് പുള്ളി എന്നെ ഇപ്പം നിങ്ങളെയൊക്കെ ഗൂഗിൾ വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ എന്നെ എല്ലാവിടെയും വിളിച്ചുകൊണ്ട് പോകും. ഈ നാട്ടിൻ്റെ ഹിസ്റ്ററി ഓരോ ബിൽഡിങ്ങിലും കാണുമ്പോൾ പറയും, ഇത് 1762 കെട്ടിയതാണ്, ഇന്നതിനായിരുന്നു ആ ഹിസ്റ്ററി. എന്നെ എല്ലാം പഠിപ്പിച്ചു ഈ വീക്കെൻഡ് കഴിയും. അപ്പോൾ ചിലപ്പോൾ വീക്കെൻഡിൽ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചുകൊണ്ട് പോകും, 2 ഭാര്യയും തന്നെ. അങ്ങനെ ഒരു കുടുംബത്തോടു കൂടി നമ്മളൊരു കുടുംബം ആയിപ്പോയി അന്ന്. അപ്പോൾ നമുക്ക് പിന്നെ പക്ഷെ ഞാൻ അമ്മയ്ക്ക് അവർക്കുണ്ട് കുട്ടികളെല്ലാവരും വീട്ടിൽ നിന്ന് പോയി തരും. വീട്ടിൽ ആരും കൂടെ ഇല്ല. ഒരു 3 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വലിയ കുട്ടികളും കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ പോയി. അപ്പോൾ ആ പിള്ളേർ നമ്മളെ കാണുമ്പോൾ പറയും, യു ആർ നൗ ദർ സൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 28 എങ്ങാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം പ്രൊഫസർ മരിക്കുന്നത് വരെ വിട്ടു. പിന്നെ മൂപ്പർക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഓൾഡ് ഹോമിലായിരുന്നു, ഫോഴ്സ് ഹോട്ടലില്. അപ്പൊ വല്ലപ്പോഴൊക്കെ നമ്മള് ഭക്ഷണം കൊണ്ടു കൊടുത്താൽ യൂസ് ടു എൻജോയ്. പിന്നെ അതുപോലെ മൂപ്പര് മരിക്കണതിന് മുമ്പേ വില്ല് എഴുതി വെച്ചു, ഫ്യൂണറലിന് ആരൊക്കെ പറഞ്ഞു. അപ്പോ ഇവിടെ എഴുതി ആര് വരണം ഫ്യൂണറൽ സമയത്ത്. നമുക്ക് കല്യാണത്തിന് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയാണോ ഇവിടുത്തെ റൂൾ? അങ്ങനെ പറയണം. ഇപ്പോഴും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇന്ന നാളെ എനിക്ക് സംഭവിച്ചാൽ ഇന്ന നാളെ വിളിക്കണം എന്നുള്ള അതില് പുള്ളി നമ്മുടെ പേരും ഉണ്ട്. മൂത്ത മകൻ ജഡ്ജായിരുന്നു. എനിക്ക് ഇപ്പൊ കോണ്ടാക്ട് കുറവാണ്. ചില കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ചില പ്രൊഫസർ മരിച്ച പിന്നെ കുറച്ചുകൂടെ കൂടുതൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ചില പ്രൊഫസറുടെ കുറേ പുസ്തകം മുഴുവനും എൻ്റെ കയ്യിൽ തന്നു. അതെല്ലാം നമ്മൾ ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ വിവരം മുഴുവനും എടുത്ത് ലൈബ്രറിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജോലിയൊക്കെ. അപ്പോൾ ഇവരായിട്ട് കോണ്ടാക്റ്റിനായിരുന്നു. ഒരു ഏറ്റവും ഇളയ പയ്യൻ ഒരു വെറ്റിനറി ഡോക്ടറും പ്രൊഫസറാണ്. അപ്പോൾ പുള്ളി ഉട്രെക്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂടി കോണ്ടാക്ട് കൂടുതലായിരുന്നു കുടുംബത്തിൽ. പക്ഷേ പണ്ട് മുതൽക്കേ ഉണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഗീത കല്യാണം ആവുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കുമ്പോൾ എപ്പോഴും അവിടെ കഴിക്കാൻ വിളിക്കും. ഈ ഗീതാൻ്റെ എവിടെ നിന്ന് കിട്ടി? ഗീതാൻ്റെ എവിടെ നിന്ന് കിട്ടി? ഗീതാൻ്റെ സ്ഥലം എവിടെ? തിരുവനന്തപുരം അല്ല, എന്റെ വടക്കാഞ്ചേരി. അവൻ ഇപ്പം നിങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് കുറവുമ്പോണോ?
അല്ലേ? correct. അതെങ്ങനെ അത്? അല്ല, ബിക്കോസ് അച്ഛൻ ഇതുപോലെ അവിടെ ആ കോർഡറിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മ ആണ് വടക്കാഞ്ചേ, അച്ഛൻ തിരുവല്ലാമലയിൽ നിന്നാണ്. തിരുവല്ലാമല അവിടെ. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രമാണ് ഒരു നാട്ടിലൊന്നും ആരും ഇല്ല. മാരേജ് ഓഫ് കോഴ്സ് എന്താണ് ഒരു ഇതില് പേപ്പറിൽ കൊടുത്തിട്ടാണ്. അല്ല, അപ്പൊ ഇവിടെ വന്ന് ഇതിന് 1 വർഷം കഴിഞ്ഞിട്ടാണോ പോകുന്നത്? 2 വർഷം. 2 വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോയി. കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ തിരിച്ചു വരണം. ഇന്ന ഈ സ്പെസിഫിക് ടൈമിന് ഇവിടെ സെപ്റ്റംബറിൽ ഇവിടെ ക്ലാസ് തുടങ്ങും. അതിന് വരണം. അവിടെ വന്ന് ഈ പ്രൊഫസറെ ആദ്യത്തെ കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോകണം. അവിടെ ഒത്തിരി പറയാനുണ്ട്. എന്നാല് അപ്പൊ നീ ഇപ്പൊ പോണ്ട, 1 കൊല്ലം കൂടി ഇരുന്നിട്ട് പോയാൽ മതി അവിടെ നാട്ടിലേക്ക്. നാട്ടിലേക്ക് വോളണ്ടിയറിന് തിരിച്ച് അങ്ങോട്ടേക്ക് 2 കൊല്ലമായി. 2ാമത്തെ കൊല്ലം ഇത് സ്കോളർഷിപ്പ് കഴിയാം, തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. വെച്ചാൽ പ്രൊഫസറെ തിരുവനന്തപുരത്ത് നിന്ന് എനിക്ക് കമ്പി അടിച്ചു, കം ബാക്ക്, ജോബ് ഈസ് വെയിറ്റിംഗ് ഫോർ യു, വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൊഫസറെ കമ്പി അടിച്ചു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞു, കൈപ്പറഞ്ഞു ഐ വോണ്ട് ടു ഗോ ബാക്ക്. എന്താ പുള്ളിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതും ഇത്രയും ചെയ്തത്. ഐ ഹാവ് എ ജോബ് നൗ ആൻഡ് സോ ഐ വോണ്ട് ടു ഗോ. അപ്പോൾ കൈപ്പർ പറഞ്ഞു സൂചന തന്നു നീ പോണ്ട എന്നുള്ളത്. പിന്നെ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വൈകിട്ട് ഡിന്നറിന് വിളിച്ചു. ഞാനൊരു 6 മണിക്കെങ്ങാണ്ട് പോയി. 7 മണിയോടുകൂടി ഡിന്നർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡിസ്കഷൻ തുടങ്ങി. എനിക്ക് തിരിച്ചു പോകണമെന്ന് ഞാൻ പറയാം, കൈപ്പർ പറയും തിരിച്ചു പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭാര്യ ഒരു 2 പ്രാവശ്യം കാപ്പി കൊണ്ടുവന്ന് തന്നു. ഇവിടെ കാപ്പിയും ബിസ്ക്കറ്റും കൊണ്ടുവന്ന് തരും. നല്ലൊരു സ്ത്രീയാണ്. അത് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഡിസ്കഷൻ ഒരു വൈകിട്ട് ഡിന്നർ കഴിഞ്ഞ് ഒരു 7 മണിയോടുകൂടി തുടങ്ങിയത്. അങ്ങനെ ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുക. കൈപ്പർ പെട്ടെന്ന് അങ്ങ് വാച്ച് നോക്കി, ഡ്രസ് വാച്ച്. അതിൽ കാലത്ത് 6 മണി. അത്ര അവരും ഇരുന്നു, വൈഫും ഇരുന്നു കൂടെ? അതോ വൈഫ് 2 പ്രാവശ്യം കാപ്പി നിങ്ങൾ 2പേരും കൂടെ ഇരുന്നു? ഡിന്നർ കഴിഞ്ഞിട്ടാണ് ഡിസ്കഷൻ തുടങ്ങിയത്. രാവിലെ 6 മണി. രാവിലെ 6 മണി. അപ്പൊ പ്രൊഫസർ കൈപ്പർ പറഞ്ഞു, ഗോവിന്ദൻ, യു ആർ നോട്ട് ഗോയിങ് ബാക്ക് and I will arrange a job for you here and you stay here. എന്ന് പറഞ്ഞു. But the post office will open only at 9 o'clock. So we will wait, we will have our breakfast and then we will go to the post office. You will send a regret telegram. അതിനു വേണ്ടിയിട്ടാണ് പ്രൊഫസർ ഡ്യൂട്ടി. പ്രൊഫസർക്ക് ഈ കൈപ്പർക്ക് എന്നെ വിശ്വാസമില്ല, ഈ ടെലിഗ്രാം ഞാൻ അയക്കോ ഇല്ലയോ എന്ന്. അവിടുന്ന് വി വിൽ ഗോ ടുഗദർ ആൻഡ് യു വിൽ സെൻഡ്. അതേപോലെ പുള്ളി എൻ്റെ കൂടെ വന്നു, പോസ്റ്റ് ഓഫീസിൽ വന്ന് ഞാൻ ഈ റിഗ്രറ്റ് ടെലിഗ്രാം അയച്ചു. ഐ തിങ്ക് എൻ്റെ ജീവിതത്തിൽ ഇത്ര ഞാൻ ഒരു അതെ നാച്ചുറലി, കാരണം വെച്ചാൽ അങ്ങനെ ഒരാള് വളർത്തിക്കൊണ്ടുവന്നതാണ് ശരിക്കും. അപ്പൊ ആ ഒരു അതെ. ആ പ്രൊഫസർ പിന്നെ കണ്ടായിരുന്നു നാട്ടിലെ? പിന്നെ എപ്പോഴും കാണും, എപ്പോ പോയാലും കാണും. പിന്നെ ഇപ്പോഴുണ്ടോ ജീവിച്ചിരിപ്പോ? ഇപ്പൊ മൂപ്പരില്ല. 100th ബർത്ത്ഡേ അപ്പൊ ഒരു വലിയ സെമിനാറൊക്കെ നടത്തി അവിടെ പോയി ഒരു സ്റ്റാച്യു അത് പറഞ്ഞല്ലോ. അതാണ് വലിയ ഒരു സ്റ്റാച്യു ഒക്കെ ഇല്ല. പ്രൊഫസർ ആദ്യം ഒരു ദേശം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി പ്രൊഫസറുടെ കൂടെ തന്നെ എല്ലാറ്റിനും സെമിനാർ അത് എല്ലാറ്റിനും ഞങ്ങള് ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നത്. പ്രൊഫസർക്ക് ഒരു വിധത്തിൽ പ്രൊഫസർ സന്തോഷമായി. എൻ്റെ ഒരു സ്റ്റുഡന്റ് അവിടെ പോയിട്ട് ഇത്രയും വലിയ ഒരു ഡച്ച് പ്രൊഫസർ അവനെ അവിടെ പിടിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രൊഫസർ വിഷമമുണ്ടായിരുന്നു.
നമുക്ക് വേണ്ടി ഒരു ജോലി, നല്ല ഒരു ജോലിയൊക്കെ ആയിരുന്നു ഒരു ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പ്രൊഫസർ അതും എന്ത് ദൈവാനുഗ്രഹം നമുക്ക് കിട്ടിയ ആ ഒരു ബന്ധങ്ങളൊക്കെ പ്രൊഫസർമാരുടെ അമ്മയുടെ പ്രാർത്ഥന അത് കൂടിയുണ്ട്. അപ്പോൾ പ്രൊഫസറില്ല, പിന്നെ നല്ല സൗഹൃദം തന്നെ ഉണ്ടായിരുന്നു. മരിക്കുന്ന സമയത്ത് തലേ ദിവസം ഞാൻ അവിടെ ഉണ്ട്, ICU പ്രൊഫസർ സുബ്രഹ്മണ്യം നാഗർകോവിലാണ്. അപ്പൊ ICU കിടക്കുന്നു, അവസാനം വീണ് തലക്കെല്ലാം അടിയുണ്ട്. ഈ അന്ന് പ്രൊഫസർ മരിക്കുമ്പോൾ 2009 പ്രൊഫസർ മരിച്ചത്. ഇപ്പോൾ 2025 100 വയസ്സ്. അപ്പോൾ നോക്കൂ എത്ര വയസ്സുണ്ടാവും. അപ്പൊ ഇത് പ്രൊഫസർ വയ്യാതായി അറിഞ്ഞിട്ട് വന്നതാണോ അതോ ആ സമയത്ത് ഇവിടെ ഉണ്ടോ? ആ സമയത്ത് അവിടെ വന്നതാണ് ഞാൻ. അറിഞ്ഞിട്ട് അല്ല, ഞാൻ കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾ വരും. വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രൊഫസറെ പോയി കാണും, ഗീതയും വരും. പ്രൊഫസറെ കാണും, പ്രൊഫസർ വീട്ടിലേക്ക് വിളിക്കും, പ്രൊഫസർ കൂടി ഇരുന്ന് അവിടെ ഊണൊക്കെ കഴിക്കും, ഡിന്നറൊക്കെ കഴിക്കും. ആ ഒരു പണ്ടത്തെ ആ ഒരു മാറിയത് ഒന്നുള്ളൂ. ഒന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഇപ്പോൾ ഒരു കൊളീഗ് എന്നുള്ള ഒരു ഇതിലേക്ക് പ്രൊഫസർ നീ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പ്രൊഫസർ അഡ്വൈസൊക്കെ തരും. പിന്നെ പ്രൊഫസറുടെ കൂടെ തന്നെ പ്രൊഫസർ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും തിരിച്ചു പോകുമ്പോൾ എപ്പോഴും പോയി പ്രൊഫസറെ കാണും. അല്ലേ, നല്ല കുടുംബമാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ PhD അല്ല, ഇവിടുത്തെ 2 years കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്നപ്പോഴാണോ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഗീതാഞ്ജലി കിട്ടിയത്? കുറച്ച് സമയമല്ലേ ഉള്ളൂ നാട്ടില്. അപ്പൊ പറഞ്ഞാല് നോക്കി കല്യാണം നോക്കിയപ്പോ ആരും കോളേജിനെ പറ്റിയൊന്നും വലിയ ആർക്കും പിടിയൊന്നും ഇല്ല. അപ്പൊ കണ്ടാരൊക്കെ പറഞ്ഞ് പുറത്തേക്കൊന്നും വിടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ മാതൃഭൂമിക്കാ കൊടുത്തത്, ആ സൈഡിലാണ്, എന്റെ സൈഡിൽ നിന്നാണ്. അപ്പം ഇട്ടപ്പം എന്തായി റെസ്പോണ്ട് ചെയ്തു. ആരും ചോദിച്ചപ്പോ ഞാൻ ഒരു വലിയ കള്ളത്തരം ചെയ്തു. അവിടെ നമ്മൾ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോവാം. അപ്പൊ പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം എന്ന്. അത് പറഞ്ഞു. അപ്പൊ അമ്മയെല്ലാവരും പറഞ്ഞു നല്ല കല്യാണം കഴിച്ചിട്ട് പോയാൽ മതി. അവർ വളരെ ചുരുങ്ങിയ ഒരു സമയമേ ഉള്ളൂ. അപ്പൊ ഈ നോക്കുമ്പോ പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ്. അപ്പൊ എൻ്റെ അമ്മാമ്മൻ ഏറ്റവും നമ്മുടെ ഇളയ സഹോദരനാ, അമ്മാനാണ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം ചെയ്യുന്നത്. അച്ഛൻ മരിച്ചപ്പോഴും അവിടെ വന്ന് എല്ലാം ഞങ്ങൾ സ്കൂളിൽ ചേർത്തതും കോളേജിൽ ചേർത്തതും എല്ലാം. അപ്പോൾ ആ അമ്മാവനാണ് ഇത് ചെയ്യേണ്ടത്, ഇത് വേണമെങ്കിൽ. അപ്പോൾ ഞാൻ അമ്മാമ്മൻ്റെ പേരും വെച്ച് ഞാൻ തന്നെ ഒരു കത്ത് എഴുതി ഗീതയുടെ അച്ഛന്. അമ്മാവൻ്റെ പേര് അടിയിൽ അമ്മ. എനിക്ക് താല്പര്യമുണ്ട് എന്തൊക്കെ എഴുതി. അപ്പോ ആ കത്ത് കിട്ടി അല്ലേ. അപ്പൊ എന്റെ അച്ഛൻ ഉടനെ അന്വേഷിച്ചു പോയി. അന്ന് തിരുവനന്തപുരത്തുണ്ടോ? ഞാൻ പാലക്കാട് വന്നു. പാലക്കാട് തറവാടൊക്കെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു ചേച്ചിയുടെ മോൻ്റെ ഫാദറിലാണ് MLA ആയിരുന്നു, ഒരു R. രാഘവ മേനോൻ. മൂപ്പര് ഞങ്ങളുടെ വീട്ടിലാണ്. ഈ പറഞ്ഞ പോലെ യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ എല്ലാവരും രാവിലെ മൂപ്പര് MLA ക്വാർട്ടേഴ്സിൽ നിൽക്കൂല, ഞങ്ങളുടെ വീട്ടിലാണ്. അവിടെ കഞ്ഞി കുടിക്കുക അങ്ങനത്തെ പരിപാടി അതൊന്നും അവിടെ നടക്കൂല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണ്. അപ്പോൾ നല്ല അതുകൊണ്ട് പാലക്കാട് നല്ല പിടിയാണ്, പ്ലസ് അങ്കിൾ ഉള്ളതുണ്ട്. അപ്പം അച്ഛൻ ഒരു ഓഗസ്റ്റിലാണ്, ഓഗസ്റ്റിൽ ഞങ്ങളുടെ അടുത്ത് പറയും, ഇതാണ് നമ്മുടെ അടുത്തൊന്നും പറയില്ലല്ലോ. അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഞാൻ കോട്ടയം വരെ ഒന്ന് പോകണം, അവിടെ ഒരു കേസുണ്ട് ഓഗസ്റ്റ് 15. അപ്പം അച്ഛൻ പോവുകയാണ്. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ കോട്ടയത്ത് പോകണം,
അപ്പൊ ഓഗസ്റ്റ് 15 ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. എനിക്കൊരു സിസ്റ്ററാണ്. അപ്പൊ ഞങ്ങൾ തീർച്ചയായും ഇതിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്. പക്ഷെ കൂടുതലൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. അച്ഛനൊരു വക്കീൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു സുകുമാരൻ നായരെന്നും പറഞ്ഞു. ഞങ്ങൾ മൂപ്പരെ സൺഡേ വക്കീലിനാണ് വിളിച്ചത്. സൺഡേ വക്കീൽ അല്ല, പക്ഷെ മൂപ്പര് അഡ്വൈസറും ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കേസിനൊന്നും പോയിരുന്നില്ല, ബട്ട് ലീഗൽ അഡ്വൈസർ. മൂപ്പരെ വിളിച്ചാണ്. കാരണം പാലക്കാട്ട് വീട്ടിൽ പോയി, ഗുരുവായൂർ പോയി തൊഴുത് വീട്ടിൽ പോയി കണ്ടിട്ടാണ് ഒപ്പം തന്നെ പൊക്കി അമ്മാവിനെ മരുമോനെ കറി കയറ്റിട്ട് ഇവരെ എന്നിട്ട് പെണ്ണ് കാണാൻ അമ്മാവനാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. ഇവരെ കൊണ്ടുവന്നിട്ട് കൊച്ചി എയർപോർട്ടിൽ വിട്ടിട്ട് പറഞ്ഞു, നിങ്ങളോട് ഫ്ലൈ ചെയ്ത് വാ, ഞാൻ പോയിട്ട് ഐ വിൽ ബി റിസീവ് ചെയ്യാൻ നിങ്ങളെവിടെയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കാറിൽ തിരുവനന്തപുരത്ത് വന്ന് MLA ക്വാർട്ടേഴ്സിൽ എവിടെ ബുക്ക് ചെയ്തത്, ഇവർക്ക് മുറിയൊക്കെ MLA ക്വാർട്ടേഴ്സിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് അച്ഛൻ. പിന്നെയാണ് ഇവരെത്തിയത്. അപ്പം തിങ്കളാഴ്ച കാലത്ത് എൻ്റെ അടുത്ത് അമ്മ വേറെ ഫാമിലി ഫ്രണ്ട്സൊക്കെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് വന്ന് ഇതാക്കിയത്. കല്യാണമൊക്കെ തീർച്ചയായിട്ടും തന്നെ അത് 17th ഓഗസ്റ്റിൽ കല്യാണം തീർച്ചയാക്കി. 4th സെപ്റ്റംബറിൽ കല്യാണം കഴിച്ചു. 12th സെപ്റ്റംബറിൽ തിരിച്ചു വന്നു. ഞാൻ പിന്നെ ജനുവരി. അന്ന് ആന്റിക്ക് എത്ര ഏജ് ഉണ്ടായിരുന്നു? എനിക്ക് 22. അവിടെ വന്നിട്ടാണ് 23rd ബർത്ത്ഡേ. നമ്മള് മാസ്റ്റേഴ്സ് ചെയ്ത് മാർച്ച് റിസൾട്ട് വന്ന ഉടനെ കല്യാണമൊക്കെ ആയി ഇങ്ങോട്ട് പോന്നു. മാരേജ് ഉടനെ തന്നെ പോന്നു അതോ കുറച്ച് സമയം എടുത്തോ? ഇല്ല, കുറച്ച് ബിക്കോസ് ഇത് പാസ്പോർട്ട് വേണ്ടേ. പാസ്പോർട്ട് ഇപ്പൊ സെപ്റ്റംബറിൽ കല്യാണം, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരിയിൽ 3 മാസം പഠിച്ചു. അങ്ങനെയാണ് അങ്ങനെയാണ് ആ ഒറ്റയ്ക്ക് വന്ന കഥ പറഞ്ഞത്. ഒറ്റയ്ക്ക് വന്ന കഥ. അപ്പൊ ഇവിടെ വന്നപ്പോ എങ്ങനെയായിരുന്നു? ഇവിടെ വീടും കാര്യങ്ങളൊക്കെ? ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ഫ്ലാറ്റിലായിരുന്നു. അപ്പം അവിടെ വേറെ യൂണിവേഴ്സിറ്റിയില് ഞാൻ പറഞ്ഞില്ല ആന്ധ്രക്കാരുണ്ടായിരുന്നു, പിന്നെ ഒരു തമിഴ് ഫാമിലി ഉണ്ട്, പട്ടന്മാര്. അവർക്കൊക്കെ കുട്ടികളുണ്ടായിരുന്നു. അപ്പം തൊട്ടടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം ഇവരെ രാവിലെ അവരുടെയൊക്കെ ആയ ഒരു 10 മണി ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി 2 ബ്ലോക്ക് അപ്പുറത്ത്, 2 ഡോറിൻ്റെ അപ്പുറത്ത് ഇതേപോലത്തെ ഒരു ഫ്ലാറ്റാണ്. അവിടെ ചെന്ന് മണി അടിക്കുമ്പം ഒരു മോള് വരും എന്ന് പറയും, ഇല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഡൗൺ, വിൽ ഗോ ഷോപ്പിംഗ്. അവിടെ പോയി അന്നിങ്ങനെ പുസ്തകത്തിൽ നമ്മൾ എഴുതി സാധനം എടുത്ത് കൊടുത്താൽ അവരെഴുതി മാസം അവസാനം പൈസ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ വീക്ക് പൈസ കൊടുത്താൽ മതി. അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ബുക്കൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ എടുത്ത് ഒരു എവിടെയോ കിടച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഞങ്ങളുടെ ഒന്നും കളഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ നമ്മുടെ വെഡിങ് കാർഡ്, ഇൻവിറ്റേഷൻ ഒക്കെ ഇല്ലേ, ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ വെഡിങ് ഇൻവിറ്റേഷൻ, ഫോട്ടോ ഇവിടെയൊക്കെ ആയിരുന്നു. പക്ഷെ പിള്ളേരൊക്കെ മാറ്റി ഇപ്പൊ എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ക്ലൈമറ്റും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പ്, തണുപ്പ്. സ്നോ ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ബോംബെ വന്നിട്ടാണ് എന്റെ വിന്റർ കോട്ടൊക്കെ അച്ഛൻ മേടിച്ച്, ഷൂസ് ഒക്കെ മേടിച്ച് വന്നു. ഇവിടെ വന്ന് ഒരു കൊളീഗിന്റെ എൻഗേജ്മെന്റ്, അത് വാസനാറില്. ഞങ്ങൾ പോയിട്ട് എൻ്റെ ഷൂ അത്ര തണുത്തിട്ട് ആ ഷൂവിൻ്റെ അടി പാളി അങ്ങ് പൊളിഞ്ഞു. അത്ര തണുപ്പ്. നമ്മുടെ ഐ തിങ്ക് വാസ് നോട്ട് മെയ്ഡ് ഫോർ ഈ തണുപ്പ്. എന്നിട്ട് പിന്നെ കൊണ്ടുപോയിട്ട് വേറെ ഞാൻ പറഞ്ഞു, ഞാൻ പുറത്തു വരില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് മൂത്ത ആള് ഉണ്ടായി. അപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടാണ് പ്രസവിച്ചത്. അവന് 3 വയസ്സായപ്പോഴാണ് നമുക്ക് കാറ്. അത് ഇപ്പൊ പക്ഷെ അതിന് മുമ്പൊക്കെ ഫോണൊക്കെ പിന്നെ കിട്ടി. അതൊക്കെയാണ്. കാറുണ്ടില്ല, ആദ്യം സൈക്കിളാണ്. ഞാൻ സൈക്കിളിന്റെ പുറകിൽ ഇങ്ങനെ സാരിയെ കൊടുത്ത് ഇങ്ങനെ 14 കിലോമീറ്റർ ഒക്കെ ഒരു ഡെയറിങ് ആയിരുന്നു അറ്റ്ലീസ്റ്റ്. അല്ല അന്ന് ആ ഏജും അതാണല്ലോ. ഞങ്ങള് മാർക്കറ്റ് പോകുമ്പോഴും
എല്ലാം സൈക്കിളിൽ പോവും. ആ ഹാൻഡിൽ 2 സഞ്ചി തൂക്കി ബാക്കിലിരിക്കും. നാട്ടിലെ ഗ്രാമത്തിന്റെ രീതി. അതെ അങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുമായിരുന്നോ കുക്ക് ചെയ്യാനുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ? അതൊക്കെ ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ, ബീൻസ് ഇതൊക്കെ തന്നെ സാമ്പാറിൽ പിന്നെ വല്ലപ്പോഴൊക്കെ ഇവിടെ ലണ്ടനിൽ പോയിട്ട് അങ്ങനെയാണ് ഞാൻ കേട്ടു. മുരിങ്ങയ്ക്ക വാങ്ങിക്കാൻ ലണ്ടനിൽ പോയെന്നോ കേട്ടു. പോവും ഞങ്ങള് ഇടയ്ക്ക്. ഞാൻ പോവും ഒരു ദിവസം. ഇവിടുന്ന് ലണ്ടനിലേക്ക് ബോട്ടില് രാത്രി വേണം. നമ്മൾ ഇന്ത്യൻ അല്ലല്ല വിസയല്ല, അവിടെ പോയി നേരത്തെ എടുക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ അവര് ചോദ്യമൊക്കെ ചോദിക്കും. ആദ്യം പോകുമ്പോ അവർക്ക് അറിയില്ല നമ്മൾ വല്ല എംപ്ലോയ്മെന്റിനോ അങ്ങനെ വല്ലതും വന്നോ എന്നുള്ളതിന് വേണ്ടി നല്ല പോലെ ഇരുന്ന് അങ്ങ് നമ്മളെ അപ്പൊ അന്ന് ഡച്ച് പാസ്പോർട്ട് ഒന്നും ആയിട്ടില്ല? ഇല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിട്ടയർ ചെയ്തതിനു ശേഷം ഞാൻ എടുക്കില്ല എന്നാണ്. 65 വരെ ഞാൻ എടുത്തില്ല. ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഭയങ്കര അൺസെറ്റിൽഡ് ആയിരുന്നു ഞാൻ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഞാൻ സോഷ്യോളജി MA, ഫിസിക്സ്, മാത്സും BSc. എനിക്ക് സയൻസ് ഒന്നും വേണ്ട. ഞാൻ ലിറ്ററേച്ചറിന് പോവാന്ന് പറഞ്ഞു. പാലക്കാടായിരുന്നപ്പം ഇവിടെ എങ്ങനെ വന്നു പഠിച്ചത്? ഞാൻ തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരം. അപ്പം ലായവളിയിൽ ചെയ്യാന്ന് പറഞ്ഞപ്പം ചുമ്മാ ഇതൊന്ന് അപ്ലൈ ചെയ്ത് ആരോ പറഞ്ഞത് പുതിയൊരു സബ്ജക്റ്റാണ്. ഇത് കിട്ടി. അപ്പൊ അതിനങ്ങ് പോയി. പിന്നെ ലിറ്ററേച്ചറിനൊന്നും പിന്നെ ആലോചിച്ചില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയില്ല. ബിക്കോസ് എനിക്ക് തന്നെ ആദ്യം സെറ്റിൽ ചെയ്യണ്ടേ, എല്ലാം എനിക്ക് സെറ്റിൽ ചെയ്യണം. അത് പറഞ്ഞു PhD ഞാനൊന്നുമില്ല, സെറ്റിൽ ടു ഫൈൻഡ് മൈ വേ ത്രൂ എന്ന് പറഞ്ഞു. പിന്നെയാണ് അപ്പൊ കുട്ടികളായി. അപ്പൊ ഈ ഒരു സൗകര്യമൊന്നും അന്നില്ല. അപ്പൊ ഡിസൈഡ് നാട്ടിൽ പോയിട്ട് പ്രസവിച്ച് അവന് ചോറ് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു 6-9 മാസം അവിടെ താമസിച്ചു. അങ്ങനെയാണ്. അല്ല ആദ്യത്തെ 2. പക്ഷെ അതിന്റെ ഇടയില് ഈ ഞാനൊരു MLA അങ്കിൾ എന്ന് പറഞ്ഞ ആ അങ്കിളിന്റെ ഒരു ഗ്രാൻഡ് ഡോട്ടർ ലണ്ടനിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പറഞ്ഞു നിങ്ങൾ വരുമെന്ന്. അപ്പൊ ഈസ്റ്റർ ഹോളിഡേസിന് ഞങ്ങൾ ഇതുപോലെ ബോട്ടെടുത്ത് അവിടെ ഞാൻ ആദ്യം പോണത്. ഈസ്റ്റർ ഹോളിഡേസിന് അവിടെ ചെന്ന് അവരെ ആ കുട്ടീനെ എന്നൊക്കെ കുറച്ച് മൂക്കും, 1 വയസ്സോ 2 വയസ്സോ, മീര എന്നാണ് പേര്. മീരെ കണ്ടപ്പോഴാണ് അവരവിടെ താമസിച്ചു. മീരയുടെ ഹസ്ബൻഡ് ഇവര് കല്യാണം കഴിച്ചത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിച്ചാണ് ഹസ്ബൻഡ്. അപ്പൊ ഇവര് കല്യാണം കഴിച്ചിട്ട് ഈ പറഞ്ഞ വല്ല ലോങ് ഹോളിഡേ ഒക്കെ വന്നാൽ തിരുവനന്തപുരത്ത് എൻ്റെ കസിൻ വരുമായിരുന്നു അവിടെ വീട്ടിൽ താമസിക്കുക. അപ്പൊ അവരോട് കുറച്ച് ക്ലോസും ആയി. അപ്പോഴാണ് ഇവർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ വരും. അവിടെ മീരയുടെ കൂടെ പോയി താമസിച്ച് പിന്നെയാണ് എനിക്ക് കുറച്ച് ഞാൻ സെറ്റിലായത്. പിന്നെ ഹാവ് സംബഡി അവിടെ ആണെങ്കിലും അവിടെ നോട്ട് ദി അതർ എൻഡ് ഓഫ് ദി വേൾഡ് എന്നുള്ള അങ്ങനെ ഒരു ഞാൻ സെറ്റിൽ ചെയ്ത്. പിന്നെ സ്ലോലി പിന്നെ കൺസീവ് ചെയ്ത് നാട്ടിൽ പോവാന്ന് വെച്ചപ്പോ അവൾക്ക് നാട്ടില് ഏത് ഇൻഡോ പാക് വാർ 71 അപ്പൊ അതിൽ പെട്ടു ഞങ്ങള്. ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു. അന്ന് ഇവിടുന്ന് വൺസ് ഇൻ എ വീക്ക് എയർ ഇന്ത്യ ഫ്ലൈറ്റ് അല്ലേ? എയർ ഇന്ത്യ ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഇവിടുന്ന് ഒന്നുമല്ല ബെൽജിയത്ത്. ഞങ്ങൾ ബെൽജിയത്ത് എത്തി. ഫ്ലൈറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് ബോംബെ ബ്ലാക്ക് ഔട്ട്. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് പിന്നെ പറഞ്ഞ 8 മാസം കഴിയാന്ന് പോയപ്പോ പോവാൻ പറ്റില്ല. ഇവിടെ ആണെങ്കിൽ ഒന്നും അറിയില്ല. ഭാഗ്യത്തിന് അതൊക്കെ ക്ലിയർ ചെയ്ത് എനിക്ക് ഡിസംബറിൽ നാട്ടിൽ പോകാൻ പറ്റും. പോയി ഫെബ്രുവരിയിൽ മൂത്താള് ഇതൊക്കെ മൂത്താളുടെ കഥയാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ അന്ന് കല്യാണിക്കുട്ടിയമ്മേനെ ഡോക്ടർ. 2ാമത്തെ ആൾ ഇപ്പൊ ഡോക്ടർ ആനന്ദലക്ഷ്മി. എല്ലാം മെഡിക്കൽ കോളേജിലാണ്. 3ാമത്തെ ആളപ്പോ പിന്നെ അവര് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ ഇത്ര പോയി നിന്ന് യാത്ര പറ്റില്ല, അവരെ കൊണ്ടുപോയി. അപ്പൊ ഇവിടെ തന്നെ അങ്ങനെയാണ്.
അപ്പൊ ഈ വീട്ടിൽ എങ്ങനെ ഈ 3 പേരെ മാനേജ് ചെയ്ത് മൂന്നാമത്തെ ആളിനെ പ്രസവം ഇവിടെ? ആ മൂന്നാമത്തെ ആളെ പ്രസവിച്ച് ഇവിടെ നല്ലൊരു വേറൊരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ രാത്രിയാണ് പോയത്. അവരെ വിളിച്ചപ്പോ അവരൊന്ന് മൂത്തവരെ രണ്ടുപേരെയും കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് പിള്ളേരെ കുറച്ചും കൂടി ഇൻഡിപെൻഡന്റ് ആവാൻ ഇതാവുമല്ലോ, എല്ലാം നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ അത് അവനെ ഞാൻ ഒരു സൺഡേ ആണ് പ്രസവിച്ചത്. അപ്പൊ മൺഡേ തൊട്ട് അവര് സ്കൂളിൽ പോയിരുന്നു. ഇവര് ഈ ഫ്രണ്ട് വരും കുട്ടിയെ കുളിപ്പിക്കാന്നും പറഞ്ഞ് എനിക്ക് കാണിക്കണം. എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് എല്ലാം പക്ഷെ നമുക്ക് രണ്ടുപേരും കൂടെ ആണ് ആ വെള്ളമൊക്കെ നിറച്ച് വരും, ആ ടപ്പിലിട്ട് കുളിപ്പിച്ച്. അല്ല പക്ഷെ എനിക്ക് ഞാൻ മൂത്തവനെ പ്രസവിച്ചപ്പോ എന്റെ അമ്മമ്മ വന്നിട്ട് അമ്മമ്മ കാലിക്കിടത്ത് എനിക്കതുകൊണ്ട് കാലിക്കിടത്ത് കുളിപ്പിക്കാൻ നല്ല ശീലമുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല, വെള്ളം പോവില്ലല്ലോ. അപ്പൊ അത് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവനെ ഇളയവനെ എണ്ണയൊക്കെ തേപ്പിച്ച് ആ ചേഞ്ചിങ് ടേബിളൊക്കെ കിടത്തി ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നാട്ടിൽ പോകണം ഡിപ്രഷൻ പോലെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, എല്ലാ കൊല്ലം പോയിരുന്നു നാട്ടില്. എല്ലാ കൊല്ലം പോയിരുന്നു. എല്ലാം അടച്ച് കടച്ച് ഞങ്ങള് സമ്മർ ഹോളിഡേസിന് എല്ലാ കൊല്ലം പോയിരുന്നു. പിന്നെ 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 അത് കഴിഞ്ഞ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു കുട്ടികളെ. വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഒന്ന് പോയിട്ടുണ്ടോ? എവിടെയോ നമ്മള് ഈ ഹോളണ്ട് അല്ലാതെ പുറത്തെ രാജ്യങ്ങളില് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ അതെങ്കിലും എല്ലാ വിസിറ്റിങ്ങിനോ പോയിട്ടുണ്ടോ? ഞാൻ കുറെ പോയി. ഞാൻ ഈ കോൺഫറൻസിനൊക്കെ പോകുമ്പോ ഞാൻ ഇവിടെ കുട്ടികളെ പഠിക്കണോണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പുറത്തുപോയി. അപ്പൊ ഒരു കോൺഫറൻസ് ജർമ്മനിക്ക് കൂടെ ഞാൻ പോയിട്ടുണ്ട്, ജപ്പാനില് പോയിട്ടുണ്ട്, ആൻഡ് തായ്ലൻഡില്. ഇതെല്ലാം. പക്ഷെ മറ്റേ രണ്ടാമത്തെ ആളെ ഞാൻ പ്രസവിക്കാൻ നാട്ടിൽ പോയപ്പം ഇവിടുന്ന് KLM ഒരു ടിക്കറ്റ് എടുത്ത് ഫുൾ ടിക്കറ്റ് എടുത്ത് യൂണിവേഴ്സിറ്റി ഒരു കോൺഫറൻസിന് എവിടെയാണ് പോയത്? മെക്സിക്കോയില് ടിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ചെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു എന്താ പറഞ്ഞു ബാക്കി പറഞ്ഞോളൂ. അല്ല, ഇത് ഫുൾ ടിക്കറ്റാ. ഫുൾ ടിക്കറ്റ് കാശ് കൺസെഷൻ ഒന്നുമില്ലാതെ യൂണിവേഴ്സിറ്റി എല്ലാം ഗവൺമെന്റ് ആണ്. അപ്പൊ നമുക്ക് KLM മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഹോളണ്ടിലേതായതുകൊണ്ട്. അപ്പൊ ഫുൾ ടിക്കറ്റാണ്. ഫുൾ ടിക്കറ്റ് ആംസ്റ്റർഡാം, മെക്സിക്കോ, ബാക്ക്. ഈ ട്രാവൽ ഏജന്റ് ഞാൻ പറഞ്ഞു എനിക്ക് അത് പോകുമ്പോൾ മെക്സിക്കോവിൻ്റെ അടുത്ത് അമേരിക്കയിലും ഒരു 2-3 യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ KLM എല്ലാം നോക്കി പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ നേരെ മെക്സിക്കോ പോകണ്ട, അമേരിക്കയിൽ പോയിട്ട് അവിടെ ഒരു 2-3 യൂണിവേഴ്സിറ്റി പോയി അത് കഴിഞ്ഞ് മെക്സിക്കോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സാൻ ഫ്രാൻസിസ്കോ വന്ന് കാലിഫോർണിയ അവിടെ യൂണിവേഴ്സിറ്റി വന്ന് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നാൽ മതി. പുള്ളി പറഞ്ഞു കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പോയിട്ട് അവിടെ തിരിച്ച് പിന്നെ പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വി വിൽ ഫിക്സ് എ ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് കാലിഫോർണിയക്ക്. ഒരു വലിയ ഹെലികോപ്റ്റർ അതിൽ കാലിഫോർണിയ വന്നു. പക്ഷെ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ജപ്പാനിലുണ്ടായിരുന്നു. കാലിഫോർണിയ മറ്റേ ഭാഗ ജാപ്പനീസ് സ്റ്റുഡൻറ്റ് ഇവിടെ വന്ന് പഠിച്ച പയ്യന്മാരാ. അപ്പോൾ ആ ഭാഗത്തായതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് പകരം അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി, ജപ്പാനിലേക്ക് പോയി. ഇതെല്ലാം ഒരേ ടിക്കറ്റാ, ആ ടിക്കറ്റുള്ള പോയിന്റ്സ് മാത്രം. ജപ്പാൻ പോയി. ജപ്പാനിലെ ടോക്കിയോയിലെ പിള്ളേർ ഉണ്ടായിരുന്നു, തോയോ ബങ്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അതിൻ്റെ കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഈ ഭൂമി ഉരുണ്ട എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാക്കി. നമുക്ക് ഇങ്ങനെ പോയാലും പോയി സാൻ ഫ്രാൻസിസ്കോ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോൺഫറൻസ് കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്നു സാൻ ഫ്രാൻസിസ്കോ, കാലിഫോർണിയ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഹോങ്കോങ് വഴിയായിരുന്നു. ഹോങ്കോങ്, കൽക്കട്ട. ആ ടിക്കറ്റ് കൽക്കട്ട വരെ എനിക്ക് ഉണ്ടായിരുന്നു.
പിന്നെ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പോയി. ഞാൻ ലോകത്ത് എവിടെ പോയാലും അത് അമ്മയുടെ ഇരിക്കുന്ന പാലക്കാട്ട് വഴിക്കായിരിക്കും. ചില അമ്മയെ ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം അത്. അപ്പോ അമ്മ ഇവിടെ അമ്മ യാത്ര ഇല്ല. അമ്മ തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ട്, ഫ്ലൈറ്റിലൊക്കെ പിടിച്ചു കൊണ്ടുവന്നത്. പിന്നെ അമ്മ വന്നില്ല അല്ലേ? അമ്മക്ക് ക്യാൻസർ അല്ല ഗ്ലൂക്കോമ ആയതുകൊണ്ട് കണ്ണ് കാണാൻ. എത്ര ഏജ് വരെ ഉണ്ടായിരുന്നു അമ്മ? ഇതൊക്കെ അമ്മ 1991 അമ്മ മരിച്ചത്, ഡിസംബർ. അന്ന് ഇവിടെ ആയിരുന്നോ അതോ നാട്ടിലായിരുന്നു? നമ്മളിവിടെ ഞാൻ ഇവിടെ ആയിരുന്നു. അമ്മ മരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ആയിരുന്നു. ഉടനെ പോയി. ഞാൻ ഉടനെ പോയി. ഞാൻ പോയിട്ടൊക്കെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നടന്നത്. അമ്മ വേറെ. അപ്പൊ എന്റെ വീട്ടില് ഇവര് പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞൂടാ. അപ്പൊ പറഞ്ഞു അവിടെ പോയി ഗോവയുടെ അമ്മയുടെ അടുത്ത് പോയി നിന്ന് കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടും ഹോളണ്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ കെട്ടി പാലക്കാട്ട്. അവിടെ ചെന്നപ്പോ അമ്മ പറഞ്ഞു ഒന്നും ചെയ്യണ്ട കുട്ടി, ഒന്നും ചെയ്യണ്ട, ഗോപിക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യിച്ചിട്ടില്ല. അപ്പൊ അവിടെ പോയിട്ട് ഈ പറഞ്ഞില്ല ഇപ്പുറത്തൊക്കെ കസിൻസ് ഒക്കെ ഉണ്ട്, അവരോടൊക്കെ വാരി പഠിച്ച് നമുക്ക് ആ പറയാം കോളേജൊക്കെ കഴിഞ്ഞ ആ ഒരു ഇതില് റെസ്പോൺസിബിലിറ്റി വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ അതൊക്കെ ബിൽഡപ്പ് ചെയ്ത് ഇപ്പൊ ഈ ഒരു എനിക്ക് 2 ഏങ്ങൽ ബ്രദേഴ്സാ. ഒരുത്തൻ ഞാൻ കെമിസ്ട്രി പഠിക്കാൻ പോയി, അവനും കെമിസ്ട്രി പഠിക്കാൻ വന്നു. പിന്നെ അവൻ ശരിക്കും മെഡിക്കൽ ഇതായിപ്പോയി. പിന്നെ അവൻ നല്ല കമ്പനി വൈസ് കമ്പനി വൈസ് പ്രസിഡന്റ് ഒക്കെ ആയി റിട്ടയർ ചെയ്തു. പിന്നെയും വേറെ ഏതോ കമ്പനിക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തു. അത് 2ാമത്തവൻ. 3ാമത്തവൻ അവൻ ഒരു ലോക്കൽ ലീഡറായി പാലക്കാട്. ഇപ്പോഴാണ് അതെ, അവന് അവിടെ തന്നെ ഒരു ബിസിനസ്സും എല്ലാം ആയി. പാലക്കാട്ടിന്റെ ഉള്ളിൽ ഒരു വലിയ നേതാവിന്റെ ബ്രദറിന്റെ മകള് ഉണ്ട്. ആ കുട്ടീനെ കല്യാണം കഴിച്ചിരിക്കുന്നത് നമ്മുടെ മാധവനായിരില്ലേ, മാധവനാരുടെ മോനെ. അപ്പൊ അവര് ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നിങ്ങൾ രണ്ടുപേരും കൊറോണത്താണ് ഫ്ലാറ്റ് എടുത്തിരിക്കുന്നത്, അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിക്രമപുരം അസോസിയേഷനിലോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈരളി നഗർ അസോസിയേഷനിലോ ഒന്നും നിങ്ങളെപ്പറ്റി അറിയില്ല. അപ്പൊ ഇല്ല. അപ്പൊ പക്ഷെ ഇത്തവണ ഞങ്ങൾ അറിയിക്കും. ഇങ്ങനെ ഞങ്ങൾ നേരിട്ട് വന്ന് നെതർലാൻഡിൽ വന്ന് കണ്ടു. നമ്മള് ഞങ്ങൾക്ക് അവിടെ സീസൺസിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പം ബിൽഡിങ്ങിന്റെ അപ്പൊ ഒരു അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂ ഒന്ന് ഫോർവേഡ് ചെയ്തു. ഞങ്ങൾ ആർക്കും അറിഞ്ഞൂടാ, ആരും അതിനെ പറ്റി നമ്മുടെ പേര് ഫോർവേഡ് ചെയ്തു. നമ്മുടെ ഫ്ലാറ്റിന്റെ ബോധർ പോലും ചെയ്യൂല അത് കേൾക്കാൻ. അൺലെസ് ഐ ഹാഡ് പുട്ട് അവിടെ പേരിട്ടിരിക്കുന്നത് അവിടെ ബോർഡിലുണ്ട്. ഞാൻ അതൊന്നും ഇട്ടില്ല, ചുമ്മാ കഴിച്ചു. ഒരു ഫ്രണ്ട് എനിക്ക് അറിയാവുന്ന അവര് മാത്രം അത് എന്തോ ഹാർട്ടോ ഇങ്ങനെ എന്തൊന്നും ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങള് ഇപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ചയോ 2 ആഴ്ചക്കോ അകത്ത് ഗോപിച്ചേട്ടനെ പറ്റി ഒരു ന്യൂസ് വന്നു. ചെമ്പുപാളി ചെമ്പ് അല്ല, അത് കണ്ടുപിടിക്കാനുണ്ടായ കാരണം എന്താണ്? എങ്ങനെയാണ് നിങ്ങളുടെ റിസർച്ചിൽ വന്ന ഇതാണോ അതോ എങ്ങനെ, എന്താണത്? അത്